ഞാൻ പറഞ്ഞു തരാം, എനിക്ക് നിന്നെ വേണം, എന്റെ കൂട്ടുകാരനായി ഇവിടെയല്ല നാളെ സ്വർഗത്തിലും കൂടി എനിക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ മുമ്പിൽ ഇസ്ലാം അവതരിപ്പിക്കൂ, അവന്റെ തെറ്റിദ്ധാരണകൾ തീർത്തു കൊടുക്കൂ. ഉമ്മത്തൻ വസത്തൻ ലിതകൂനു ശുഹദാ അലന്നാസ്, ജനങ്ങൾക്ക് സാക്ഷികളാവാൻ പടച്ച തമ്പുരാൻ നൽകിയിരിക്കുന്ന ഒരു വിഭാഗം. അവസാനമായി വിശുദ്ധ ഖുർആന്റെ ഒരു വചനം താലോലിച്ചു കൊണ്ടുപോകാം. വതആവനു അലൽ ബിർരി വത്തഖ്വാ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. ആരുമായുമുള്ള മോട്ടോ ഇതാണ്. തആവൽ ബിർരി പുണ്യത്തിന്റെ മാർഗമാണോ? പടച്ചവനെ സൂക്ഷിക്കാൻ സഹായിക്കുന്ന മാർഗമാണോ? ആരുമായും സഹായിച്ചോളൂ. എന്നാൽ പാപം വരുത്താനുള്ള കാര്യങ്ങളാണോ, മനുഷ്യരെ തമ്മിൽ സ്പർദ്ധ ഉണ്ടാക്കുന്ന വിഷയങ്ങളാണോ, ആരുമായും സഹകരിക്കണ്ട. എന്തോ ഒരു രസമുള്ള വാക്ക് നിറയെ മുസൽമാനോട് നില ആരോടായിരുന്നാലും ശരി, നന്മയുടെ വശത്ത് പടച്ചവനെ പേടിക്കാൻ സഹായിക്കുന്ന വിഷയങ്ങളിൽ സഹകരിച്ചോളൂ, പാപത്തിന്റെ ശത്രുത വിഷയങ്ങളിൽ സഹകരിക്കാതിരിക്കുകയും ചെയ്യുക. അവസാനിപ്പിക്കുന്നു. എനിക്കൊരു സംതൃപ്തി ഉണ്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാവൂ. ഞാൻ എന്തോ ഒരു വലിയ കാര്യം ചെയ്തു എന്ന അർത്ഥത്തിലല്ല. പകരം ജീവിതത്തിലെ ഏത് വിഷയങ്ങൾ മുന്നിൽ വന്നാലും പടച്ച റബ്ബിന്റെ കിതാബ് തുറന്നു നോക്കി പ്രവാചകന്റെ വചനങ്ങൾ പഠിക്കാൻ പരിശോധിച്ച് നോക്കുമ്പോൾ സംതൃപ്തമായ, മനസ്സിന് സമാധാനം ലഭിക്കുന്ന കുറെ ഉത്തരങ്ങൾ അതിൽ നിന്ന് ലഭിക്കുന്നു. മുസൽമാൻ ഒരിക്കലും ഇരുട്ടിലല്ല, ഒരു വിഷയത്തിലും ഇരുട്ടിലല്ല. നമുക്ക് ഈ തരം വിഷയങ്ങളിലാണെങ്കിൽ പോലും മറ്റാരുടെയും ഉപദേശ നിർദ്ദേശങ്ങൾ ആവശ്യമില്ല. എന്റേത് എന്ന അർത്ഥത്തിലില്ല. പടച്ചവന്റെ കിതാബിലെ പ്രവാചകന്റെ വചനം തുറന്നു കിടക്കുക ആ വിഷയങ്ങൾ മുഴുവൻ. അതുകൊണ്ട് റബ്ബുൽ ആലമീനായ തമ്പുരാന്റെ കനിഞ്ഞരുളിയ ദാനത്താൽ, അനുഗ്രഹത്താൽ മുസ്ലിങ്ങളാവാൻ ഭാഗ്യം കിട്ടിയ സഹോദരികളെ, സഹോദരന്മാരെ, ആ ആത്മാഭിമാനം നഷ്ടപ്പെടുത്താതെ ജീവിക്കുക. ആ ആത്മാഭിമാനത്തിന്റെ ചൂരും ചുണയും വീറും മുലപ്പാലിലൂടെ മക്കൾക്ക് പകർന്നു കൊടുക്കുക. ഇസ്ലാമായതിന്റെ പേരിലുള്ള ആത്മാഭിമാനം, ഞാനൊരു മുസൽമാനാണെന്ന ആത്മാഭിമാന ബോധം കുഞ്ഞുനാള് തൊട്ടേ ആ കുട്ടികൾ പോറ്റി വളർത്തിക്കൊണ്ടുവരട്ടെ. എന്നിട്ട് അറിവും ബോധവുമുള്ള മുസൽമാനായി വളർന്നു വന്ന് ദീനി നിഷ്ഠയുള്ള മുസ്ലിം കുടുംബമായി രൂപാന്തരപ്പെട്ടു വന്ന് മുസ്ലിം സമൂഹം നേരിടുന്ന വെല്ലുവിളികളെ തൻ്റെ ഇടത്തോടെ ബുദ്ധിപൂർവകമായി ആവശ്യമായ അറിവോടുകൂടി നേരിടാൻ പറ്റുന്ന ഒരു തലമുറയെ നമ്മുടെ സ്വന്തം തലമുറകളായി ഏറ്റെടുക്കുകയും ചെയ്യുക. എന്നിട്ട് നിരന്തരമായി റബ്ബിന്റെ മുമ്പിൽ കൈകൾ നീട്ടി പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക, പടച്ചവന്റെ സഹായം ലഭിക്കാൻ വേണ്ടി. കണ്ണടയുമ്പോ ഈമാനിന്റെ വാക്കുകൾ മരിക്കാൻ തൗഫീഖ് ഉണ്ടാവണം. ഈ ജീവിതത്തിൽ വിഷമങ്ങൾ ഉണ്ടാവരുതെന്നാണ് പ്രാർത്ഥന. അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് ഈ ജീവിതത്തോടു കൂടി അവസാനിക്കണം. കണ്ണടഞ്ഞാൽ പിന്നെ കാണുന്നതൊക്കെ സ്വർഗമായിരിക്കണം, അനുഭവിക്കുന്നതൊക്കെ സുഖമായിരിക്കണം. എല്ലുകൾ നുരുമ്പും, ശരീരത്തിൽ പുഴുക്കളരിയും, അവ ജീർണിച്ചലിയും. പക്ഷേ നാം മറ്റൊരു സ്വർഗീയ സുഖത്തിന്റെ സുഖം അനുഭവിക്കും. അവിടെ മലക്കുകൾ വന്ന് ശാന്തമായി ഉറങ്ങാൻ പറയും. ഒരു സുന്ദരനായ മനുഷ്യന്റെ രൂപത്തിൽ വന്ന് താൻ ചെയ്ത കർമ്മങ്ങൾ തന്റെ മുമ്പിൽ സമാധാനത്തിന്റെ വാക്കുകൾ ചൊരിയും. ഇടുങ്ങിയ കബറാണെങ്കിലും അത് വിശാലമായതുപോലെ തോന്നിക്കും. ദീർഘനാളുണ്ട് ലോകാവസാനം തിരിച്ചു വരാനെങ്കിലും പുനരുദ്ധാരണത്തിനെങ്കിലും ഒരു ശാന്തമായ ഉറക്കം പോലെ അന്ന് എഴുന്നേറ്റ് വരും. വെളിച്ചത്തോടുകൂടി കൈകാലുകൾ പ്രകാശിക്കുന്നവരായി, മുഖം പ്രകാശിക്കുന്നവനായി, അല്ലലില്ലാതെ ബേജാറില്ലാതെ മായ്ശറ എന്ന് പറയുന്ന ഒരു വിശാലമായ സ്ഥലത്തെത്തിപ്പെടും. ആ മായ്ശയുടെ ഒരു ഭാഗത്ത് പടച്ചവന്റെ കാരുണ്യത്താൽ നൽകിയ ഹൗദുൽ കൗസർ എന്ന് പറയുന്ന വിശാലമായ ഒരു പൊയ്ക, ഒരു തടാകം. ആ തടാകത്തിന്റെ ഭാഗത്ത് ഒരു മനുഷ്യൻ കാത്തു നിൽക്കുന്നുണ്ട്. തന്നെ കാണാൻ വരുന്ന തന്റെ അനുയായികൾക്ക് വെള്ളം മുക്കി കൊടുത്ത് ദാഹം തീർക്കാൻ വേണ്ടി. ആ മഹാന്റെ പേര് നമുക്കറിയാം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നെ നിങ്ങൾ അവിടെ കാത്തോളൂ എന്ന് പറഞ്ഞേച്ചാ അദ്ദേഹം പോയത്. എന്നെ നിങ്ങൾ അവിടെ കാത്തോളൂ എന്ന്. മനസ്സിലെ കൊതി ഇതാണ്, ആഗ്രഹം ഇതാണ്. തിരിച്ചു പോവണം, അവിടെ എത്തണം, ശാന്തമായ വിചാരണ നേരിടണം. പടച്ചവൻ വിചാരണ ചെയ്യുമ്പോ പുണ്യാളന്റെ മഹത്വമോ അഹങ്കാരമോ മനസ്സിൽ ഇല്ലാതിരുന്ന് വെച്ചിട്ട് കൂടി പടച്ച റബ്ബേ, ആവും വിധത്തിൽ നിന്റെ ചൊൽപ്പടികൾ അനുസരിച്ച് ജീവിച്ചിട്ടുണ്ട്, പോരായ്മകൾ നീ മാമ്പാക്കണം, ആവും വിധത്തിൽ ഈ ദീനിന് വേണ്ടിയുള്ള സേവനങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന കണക്കുകൾ ബോധിപ്പിക്കാനുണ്ടാവണം. അരികത്തെ കടുപ്പിച്ചു നിർത്തി ഒരു പരിഭാഷകനില്ലാതെ പടച്ചവൻ പറയണം, നീ ഇന്നാലിന്റെ പാപങ്ങളൊക്കെ ചെയ്തില്ലായിരുന്നോ? പക്ഷെ ഇന്ന് ഞാനതൊന്നും ചോദിക്കുന്നില്ല, നിന്നോട് എല്ലാം ഞാൻ മാപ്പാക്കിയിരിക്കുന്നു. നീ ജയിച്ചിരിക്കുന്നു. ആ വാക്യം കേൾക്കുന്ന ഭാഗ്യവാന്മാരിൽ ഉണ്ടാവണം. ആ യാത്രയിൽ ഞാൻ ഒറ്റക്കല്ല, നമ്മളൊക്കെ ഉണ്ടാവണം, നമ്മുടെ സമുദായം ഉണ്ടാവണം, നമ്മുടെ മാതാപിതാക്കൾ ഉണ്ടാവണം, നമ്മെ സ്നേഹിക്കുന്ന എല്ലാവരും ഉണ്ടാവണം, നമ്മുടെ മക്കളുണ്ടാവണം. അതാ നമ്മുടെ ജീവിത ലക്ഷ്യം. ആ യാത്രയിൽ ഇവിടെ ആഹാരം തേടി വന്നവരാ നമ്മൾ. ഈ സമയങ്ങൾ നമുക്ക് വിശ്രമിക്കാമായിരുന്നു. ക്ഷീണമുണ്ട്, പ്രയാസങ്ങളുണ്ട് ഇവിടെ വന്നിരിക്കാൻ. എങ്കിൽ പോലും ഇതാ റബ്ബിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ്. അറിഞ്ഞു വെക്കുക, മനസ്സിൽ സ്റ്റോർ ചെയ്യുക, ആവശ്യമുള്ള ഭാഗങ്ങൾ ഇനിയും കൂടുതലായി പഠിച്ചറിയുക,
സംശയ നിവൃത്തി വരിക. ആരുടെ മുമ്പിലും തലകുനിക്കരുത്, പടച്ചറപ്പിന്റെ മുമ്പിലല്ലാതെ. അറിയാത്തവ ചോദിച്ചു മനസ്സിലാക്കുക. നിങ്ങൾ ആത്മാഭിമാനത്തെ, മുസൽമാൻ എന്ന ആത്മാഭിമാനത്തെ, നിങ്ങളുടെ ദേശസ്കൂറിനെ, ദേശത്തോടുള്ള സ്നേഹത്തെ ഒന്നിനെയും ചോദ്യം ചെയ്യാൻ ഒരാൾക്കും അവകാശമില്ലെന്ന തന്റെ ഇടത്തോടു കൂടി ജീവിക്കുക. മുസൽമാൻ, ഭാരതത്തിലെ മുസൽമാൻ അവന്റെ അവകാശങ്ങൾ വാങ്ങിച്ചു പോയിട്ടില്ല. അവനെ കൊണ്ട് അവകാശം കൊടുപ്പിച്ച് പറഞ്ഞയക്കാൻ ചിലർ ശ്രമിച്ചിട്ടുണ്ട് എന്നതും അതിൽ ചില ആളുകൾ പെട്ടുപോയിട്ടുണ്ട് എന്നതും സത്യമാണ്. പക്ഷേ നമ്മുടെ പൂർവികന്മാർ നേടിയെടുത്ത, രൂപപ്പെടുത്തിയെടുത്ത ആ ഭാരതത്തിന്റെ സംസ്കാരം, അതിന്റെ പാരമ്പര്യം, അതിന്റെ പൈതൃകം, അതിലെ സ്വാതന്ത്ര്യത്തിന് മുമ്പും ശേഷവും അതിൽ മുഴുവൻ ഭാഗഭാക്കായ ഒരു സമുദായത്തിന്റെ സന്തതികളാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ നമുക്ക് നിഷേധിക്കപ്പെട്ട ഒരുപാട് അവകാശങ്ങളുണ്ട്. അവ നേടിയെടുക്കണം നീതിയുടെ, സ്നേഹത്തിന്റെ, ജനാധിപത്യപരമായ മാർഗങ്ങളിലൂടെ. ആ ശ്രമങ്ങളിൽ ഭാഗഭാക്കാകണമെന്നും ഈ ബോധം കൊണ്ട് നടക്കണമെന്നും അപേക്ഷിച്ചുകൊണ്ട് റബ്ബുൽ ആലമീനായ തമ്പുരാൻ ഈ ശ്രമത്തെ ഒരു പുണ്യകർമ്മമായി സ്വീകരിക്കുമാറാവണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും മുമ്പ് മറ്റൊരു കാര്യം ഇവിടെ നിന്നാ പറഞ്ഞാൽ ഉപകാരമുണ്ടെന്നുകൊണ്ട് പറയുകയാണ്. സെൻറ്ററിൽ സാധാരണ നടക്കാറുള്ള, ശനിയാഴ്ച നടക്കാറുള്ള ഖുർആൻ ലേണിംഗ് ക്ലാസ് തൽക്കാലം ഇനി നോമ്പിന് ശേഷമേ ഉണ്ടാവുകയുള്ളൂ. തിങ്കളാഴ്ച നടക്കാറുള്ള ഖുർആൻ ലേണിംഗ് ക്ലാസ്സുകൾ 2 കൂടി ബാക്കിയുണ്ട്. ആ ക്ലാസ്സുകൾ നടക്കും എന്ന് അറിയിക്കുക കൂടി ചെയ്യുകയാണ്. ഇവിടെ വെച്ച് പറയേണ്ടി വന്നത് ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ടാണ്. ശനിയാഴ്ച നടക്കുന്ന ഖുർആൻ ലേണിംഗ്